കാസർഗോഡിന്റെ മലയോര ഗ്രാമമായ പെരുമ്പട്ടയിൽ നിന്ന് ലോകത്തിന് മുഴുവൻ മാതൃകയാക്കുന്ന ഒരു അപൂർവ ദൃശ്യത്തിനാണ് കഴിഞ്ഞ ദിവസം മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദ് മുറ്റം സാക്ഷ്യം വഹിച്ചത്. നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചിലങ്ക കെട്ടിയ പാദങ്ങളുമായി വിഷ്ണുമൂർത്തി തെയ്യം പള്ളിയുടെ പടി കയറി വന്നപ്പോൾ അവിടെ വിരിഞ്ഞത് വെറും മതസൗഹാർദ്ദമല്ല, മറിച്ച് പച്ചയായ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ അടയാളപ്പെടുത്തലായിരുന്നു. പെരുമ്പട്ട താഴത്തിടം ശ്രീ പാടാർ കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസമാണ് ഈ വൈകാരികമായ സന്ദർശനം നടന്നത്. അമ്പലത്തിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി ഉറഞ്ഞാടിയെത്തുന്ന വിഷ്ണുമൂർത്തി തെയ്യം നേരെ നീങ്ങുന്നത് മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദിലേക്കാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ആചാരം കാണാൻ ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകളാണ് പള്ളിമുറ്റത്ത് തടിച്ചുകൂടിയത്. ചെണ്ടമേളത്തിന്റെയും ഇലത്താളത്തിന്റെയും അകമ്പടിയോടെ വർണ്ണശബളമായ കോലമണിഞ്ഞ തെയ്യം പള്ളിയിലേക്ക് വരുമ്പോൾ മുത്തുകുടകൾ ചൂടിയാണ് വിശ്വാസികൾ വരവേറ്റത്. പള്ളിക്ക് സമീപമെത്തിയ തെയ്യത്തെ മുസ്ലിം സഹോദരങ്ങൾ അങ്ങേയറ്റം ആദരവോടെയാണ് സ്വീകരിച്ചത്. പള്ളിപ്പടികൾ ചവിട്ടിക്കയറുന്നതിന് മുൻപായി തെയ്യത്തിന്റെ കാൽ കഴുകി ശുദ്ധി വരുത്തുന്ന ചടങ്ങ് ഏറെ ഭക്തി നിർഭരമായിരുന്നു. പള്ളിമുറ്റത്തെത്തിയ തെയ്യം പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായും കാരണവന്മാരുമായും ആശയവിനിമയം നടത്തി. ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടുവന്ന നാളികേരം തെയ്യം പള്ളിയിലെ കാരണവന്മാർക്ക് കൈമാറി. പകരമായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തെയ്യത്തിന് കാണിക്കയും ഉപഹാരങ്ങളും നൽകി. പരസ്പര ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ കൈമാറ്റം പള്ളിമുറ്റത്തെത്തിയവരുടെ കണ്ണുകളെ ഈറനണിയിക്കുന്ന കാഴ്ചയായിരുന്നു. ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ പൂർത്തിയാകണമെങ്കിൽ ഈ പള്ളി സന്ദർശനം അനിവാര്യമാണെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. മതത്തിന്റെ മതിലുകളില്ലാത്ത ഒരിടമാണിത്. ഇവിടെ മനുഷ്യർക്കിടയിൽ വേർതിരിവുകളില്ല എന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അഭിമാനത്തോടെ പറയുന്നു. നാടിന്റെ ഐശ്വര്യത്തിനായുള്ള പ്രാർത്ഥനകളിൽ രണ്ട് ആരാധനാലയങ്ങളും ഒരുപോലെ ഭാഗവാക്കാകുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. മതസൗഹാർദ്ദം എന്ന വാക്കിനേക്കാൾ സൗഹൃദം എന്ന് വിളിക്കാനാണ് പെരുമ്പട്ടക്കാർക്ക് ഇഷ്ടം. കാരണം സൗഹൃദത്തിനിടയിൽ മതം എന്നൊരു വേർതിരിവ് അവർ കാണുന്നില്ല. തലമുറകളായി പകർന്നു നൽകപ്പെട്ട ഈ ആചാരം ഇന്നും തെല്ലും മങ്ങലേൽക്കാതെ സംരക്ഷിക്കപ്പെടുന്നു എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രസക്തിയുള്ള കാര്യമാണ്. പള്ളിമുറ്റത്ത് തെയ്യം ഉറഞ്ഞാടുമ്പോൾ പള്ളിക്കകത്ത് നമസ്കാരവും പുറത്ത് തെയ്യത്തിന്റെ അനുഗ്രഹവും ഒരുപോലെ സംഭവിക്കുന്നു. വിദേശത്തിന്റെ വാർത്തകൾ മാത്രം കേൾക്കുന്ന ഈ കാലത്ത് പെരുമ്പട്ടയിലെ ഈ ദൃശ്യങ്ങൾ കേരളത്തിന്റെ യഥാർത്ഥ സംസ്കാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. മതഗ്രന്ഥങ്ങൾ പറയുന്ന സ്നേഹവും കാരുണ്യവും പ്രായോഗികമായി കാണിച്ചു തരികയാണ് ഈ ഗ്രാമം. കളിയാട്ട മഹോത്സവത്തിന്റെ ഓരോ ഘട്ടത്തിലും മുസ്ലിം സഹോദരങ്ങളുടെ സജീവമായ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ പള്ളിയിലെ ഉറൂസുകളിലും മറ്റും ആഘോഷങ്ങളിലും ഹിന്ദു സഹോദരങ്ങൾ ഒപ്പം നിൽക്കുന്നു. ഈ ഇഴയടുപ്പമാണ് പെരുമ്പട്ടയെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. തെയ്യം പടിയിറങ്ങുന്നത് വരെ പള്ളിമുറ്റത്ത് നിൽക്കുന്ന ഓരോരുത്തരും തങ്ങൾ ഒരൊറ്റ കുടുംബമാണെന്ന ബോധ്യത്തിലാണ്. തെയ്യം നൽകുന്ന നാളികേരം പള്ളിയിൽ പ്രസാദമായി സ്വീകരിക്കുന്ന രീതിയും വർഷങ്ങളായി തുടരുന്നു. ഇത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് രണ്ട് വിശ്വാസങ്ങൾ തമ്മിലുള്ള പരസ്പര അംഗീകാരമാണ്. ആചാരങ്ങൾ മാറ്റമില്ലാതെ തുടരുമ്പോഴും പുതിയ തലമുറ ഈ സൗഹൃദം ഏറ്റെടുക്കുന്നു എന്നത് ശുഭകരമായ സൂചനയാണ്. സമാപന ദിവസം വിഷ്ണുമൂർത്തി തെയ്യം പള്ളിയിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അടുത്ത വർഷത്തെ കളിയാട്ടത്തിനായുള്ള കാത്തിരിപ്പിന് തുടക്കമായി. മതങ്ങൾ മനുഷ്യനെ ഭിന്നിപ്പിക്കാനല്ല, മറിച്ച് ഒന്നിപ്പിക്കാനാണെന്ന വലിയ സന്ദേശമാണ് ഈ കൊച്ചു ഗ്രാമം ലോകത്തിന് നൽകുന്നത്. പെരുമ്പട്ടയിലെ സ്നേഹച്ചിരികൾക്ക് മുന്നിൽ വർഗീയതയുടെ കരിനിഴലുകൾ വഴിമാറുന്നു.